അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടുകാടുള്ള ക്രോക്കഡൈൽ പാർക്കിലാണ്. എൻ്റെ കൂടെ മണിയണ്ണനുണ്ട്, തമിഴുണ്ട്, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഇതാണ് മണിയൻ്റെ മോൻ. ഹായ് സൊല്ലുക. ഹായ്. ഇത് കുളത്തിൽ മൊത്തം മുതല. മുതലക്കുളം. എൻ്റെ അമ്മ അടിപൊളിന്ന. ഒരുത്തന് താൻ നടന്നു പോന്നു. ഇതുവരെ ഒരു സൂല് പോയിട്ട് ഇങ്ങനെ ആക്റ്റീവായ മുതലേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് സംഭവം കൊള്ളാം കേട്ടോ. ഫുള്ള് മുതല തന്നെ മെയിൻ ആയിട്ട് ഇടാം. പിന്നെ ആടാടെ കുറച്ച് ആമയുണ്ട്, പിന്നെ പാമ്പും. ഇവിടെ മൊത്തം മുതലേന്റെ സ്കെൽട്ടൺസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. തോല് ഡേയ് ഇത് പറയേ സ്കിന്ന്. കുഞ്ഞി മുതല. ആ നല്ല ചെറിയ മുതല, കുഞ്ഞി മുതല. നല്ല സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. മുതലൊക്കെ കിട്ടുന്ന സെറ്റപ്പ്. ഇഷ്ടംപോലെ കാക്കയുണ്ട് ഇവിടെ, എഴുതി വെച്ചിട്ടുണ്ട്. കാക്കൊന്ന് ഫീഡ് ചെയ്യാറ്. സൈസ് മോനെ കാണുന്നില്ല, ബമ്പ സൈസും. അപ്പാ കിട്ടില്ല സാധനം, കിട്ടില്ല. ജയന്റ് ആമ. അലാബ്ര ജയന്റ് ടോട്ടോസ്. ഇതത് വണ്ണം മോനെ നോക്ക്. എന്റെ മോനെ ഏതാ വണ്ണം. മുതലാണ് ഗൈസ് ഇവിടെ. എവിടെ നോക്കിയാലും മുതല. ഗൈസ് ഇവിടെ വന്നവരുണ്ടല്ലോ, ആദ്യം തന്നെ നമ്മൾ കയറിയത് ഒരു സ്നേക്ക് ഷോ നടത്തുന്ന ഒരു സ്ഥലത്താണ്. സ്നേക്ക് പാർക്ക് അങ്ങനെ എന്തൊരു സാധനമാണത്. ഒരു കുടത്തിൻ്റെ അകത്ത് കുറെ പാമ്പിനെല്ലാം കെട്ടി വെച്ചിട്ട് ഓരോ പാമ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യലല്ലോ, അതിനെപ്പറ്റി പറഞ്ഞല്ലോ. അത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൂർക്കനെല്ലാം എടുത്തിട്ട് മൂർക്കനെ കൊത്തിപ്പിക്കുന്ന പരിപാടി, വിഷം എടുക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഓരോന്ന് കാണിച്ചെന്ന്. അതൊരു അടിപൊളി സാധനമാണ്. അത് പക്ഷെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അത് അടിപൊളിയായിരുന്നു. നേരത്തെ മുട്ട കണ്ടിട്ടില്ല. ഇവിടെ ഇതാ മുതലേൻ്റെ മുട്ട എങ്ങനെയുണ്ടാകുന്നെല്ലാം കാണിച്ചു തരാം. ഇതുണ്ടോ നല്ല മുതല മുട്ടകളാണ്. ടീപ്പൊളി. ഇത് ആമേൻ്റെ മുട്ട. മുതല മുട്ട ഇരിക്കാം. ഇതെല്ലാം മുതല മുട്ട. ഒമ്പ വണ്ണം നോക്കി, ഏതാ വണ്ണം. ഇത് നമ്മളെ കോഴിമുട്ടേൻ്റെ വണ്ണം. അത് ഭയങ്കര വണ്ണമുണ്ട്. ഇഗ്വാന. ഇവിടെ വന്നൊരു ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ ഇഗ്വാന. ഓ പ്രതിമ പോലെ നിക്കുന്നു. വായും പോലെ നിക്കുന്ന നോക്ക്. എൻ്റെ അമ്മ ഇതണ്ട അമ്മ വള്ളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ നമുക്ക് സൗണ്ടെല്ലാം ആക്കുന്നു. എൻ്റെ മോനെ ഇജാതി ആക്റ്റീവ് ആയിട്ടുള്ള മുതലകൾ. മോനെ ഒന്ന് നോക്ക് വള്ളത്തിൻ്റെ അടുത്ത്. ഉണ്ടോ ഇത് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. വെയിൽ നല്ല വെയിലാണെങ്കിലും നമുക്ക് വെയിലൊന്നും അടിക്കാണ്ട് മരത്തിന്റെ തണലുള്ളതുകൊണ്ട് ഇങ്ങനെ നടന്ന് കാണാം. മുമ്പിനെ കണ്ട പിടിച്ചിട്ട് ഉപ്പും മുളകും തേച്ച് അടിക്കണം. വെറുതെ പറഞ്ഞതാട്ടാ. അപ്പുട്ട നല്ല ഇറക്കുണ്ടാ ആനാ സാപ്പിട്ട മുടിയാത് ലോ അതുക്ക് അഗെയിൻസ്റ്റ്. എൻ്റെ മോനെ ഏതാ സൈസ്. ഇത്രയും വലിയ ഉടുപ്പ് ഞാൻ കണ്ടില്ല. എൻ്റെ വീട്ടിലെ ഉടുപ്പ് വരുത്തുണ്ടെങ്കിൽ ഇത്രയും വലുതിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യപ്പാ എങ്ക നീ പാമ്പ് പാക്കരിയ എന്താ? ഓ ഇതിനുള്ളിൽ കാണാൻ പറ്റില്ല. എൻ്റെ മോൻ ഇത് നോക്ക്. സീന്. ഈ പൊട്ടന് പാമ്പിനെ പേടിയാണ്. അവിടെ പാമ്പ് ഷോ നടക്കുന്ന നേരം ഇവൻ ഓടി കണ്ടം പോയി ഓടി. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഇവനെ കാണുന്നില്ല. നമ്മള് പക്ഷെ എല്ലാം കണ്ടിട്ടാണ് വന്നത്. അങ്ങനെ നമ്മള് മുട്ടുകാടുള്ള ക്രോക്കഡൈൽ പാർക്കിലെ കാഴ്ചയെല്ലാം കണ്ട് പുറത്തിറങ്ങി. ഇനി നമ്മള് മഹാബലിപുരത്തേക്ക് പോകുന്നതാണ്. അത് അടുത്ത വീഡിയോയിൽ.